ടോപ്പ് ഹെഡ്സ്. കോഴിക്കോട് പ്രസവ ശസ്ത്രക്രിയക്കിടെ കുട്ടി മരിച്ചതായി പരാതി. ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. മരിച്ചത് ചന്തക്കടവ് സ്വദേശിനി അശ്വിനിയുടെ കുട്ടി. സംഭവം ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ. ചികിത്സാ പിഴവനായിരിക്കും. കാരണം അല്ലാതെ ഇപ്പൊ ഫസ്റ്റ് എത്തിയപ്പോ അഡ്മിറ്റ് നോർമൽ ആയിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ അഡ്മിറ്റ് തീരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ലെങ്കിൽ അവർ അനക്കക്കുറവ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ ടൈം മോണിറ്ററിംഗ് ചെയ്യേണ്ടതില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടീനെ നഷ്ടപ്പെട്ടത്. കൊച്ചിയിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ആഭ്യന്തര അന്വേഷണത്തിനൊരുങ്ങി ഇ ഡി. കൊച്ചി സോണൽ ഓഫീസറിനോട് റിപ്പോർട്ട് തേടി. കൂടുതൽ ഇ ഡി കേസുകളിൽ അട്ടിമറി നടന്നിരിക്കാനുള്ള സാധ്യത തേടി വിജിലൻസ്. ഇ ഡി സമൻസ് അയച്ച മറ്റ് പലരിൽ നിന്നും സംഘം പണം വാങ്ങിയതായും സംശയം. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പുറത്തുവിടുന്നതിനെതിരെ ഷഹബാസിന്റെ കുടുംബം. ഫലം പ്രസിദ്ധീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനെ സമീപിച്ച് കുടുംബം. പരാതി ഫലം പുറത്തുവിടണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ. ഹൈദരാബാദിലെ ചാർമിനാറിൽ തീപിടുത്തത്തിൽ 8 മരണം. മരിച്ചവരിൽ 2 സ്ത്രീകളും 2 കുട്ടികളും. തീപിടിച്ചത് ഗുൽസാർ ഹൌസിലെ കെട്ടിടത്തിൽ. പുലർച്ചെ 5:30ഓടെ. താമസക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നെന്ന് രക്ഷാപ്രവർത്തകർ. തീയണയ്ക്കാൻ 11 യൂണിറ്റുകളെ വിന്യസിച്ച അഗ്നി രക്ഷാസേന. ഇന്ത്യക്ക് പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പാകിസ്ഥാനും. പ്രതിനിധി സംഘം ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ. സംഘത്തെ നയിക്കാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടെന്ന് ബിലാവൽ ഭൂട്ടോ. ഇന്ത്യയുടെ പ്രതിനിധി സംഘ രൂപീകരണത്തിനെതിരെ കോൺഗ്രസ്. BJP രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ജയറാം രമേശ്. ഇന്ത്യ പാക് DGMO തല ചർച്ച ഇന്നില്ലെന്ന് കരസേന. ഹോട്ട്ലൈൻ ചർച്ചകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെന്ന് കരസേനയുടെ സ്ഥിരീകരണം. കഴിഞ്ഞ ചർച്ചയിൽ ധാരണയായ വെടിനിർത്തൽ കരാർ കാലഹരണപ്പെട്ടിട്ടില്ലെന്നും സേന. അതിർത്തിയിൽ സ്ഥിതി ശാന്തമാണെന്ന് വിലയിരുത്തി ഇന്ത്യ. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിന് വനം വകുപ്പിന്റെ 60 അംഗ സംഘം. കുങ്കിയാനകളും പ്രദേശത്ത് തുടരുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ 40 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വന്ന ബസ്. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. ചടങ്ങുകൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിൽ. ലിയോ 14 കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പ. 3, 2, 1, 0. Plus 5 seconds. Lift off normal. Auto tracking. PT driver tracking. PSLV 661 का सफलतापूर्ण उत्थापन प्रथम प्रमोचन मंच. ISROയുടെ EOS 9 വിക്ഷേപണം പരാജയം. ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. പരാജയം വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിൽ. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ. ഈ വർഷം ആദ്യ 3 മാസത്തിൽ സംസ്ഥാനത്ത് വിദേശ സഞ്ചാരികളുടെ എണ്ണം ഏറ്റവും അധികം വർദ്ധിച്ച ജില്ല ഇടുക്കിയാണെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെയും ഫോട്ടോ ഫ്രെയിമുകളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാകുന്ന ഘട്ടമാണിത്. കോവിഡിന് ശേഷം ഈ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഈ വർഷത്തെ ആദ്യ 3 മാസം മാത്രം 9,84,645 ആഭ്യന്തര സഞ്ചാരികളാണ് എത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4% വർധനവാണ് ഉണ്ടായത്. ഇടുക്കി എല്ലാ നിലയിലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുടിയേറ്റ കർഷകരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണ്യുമെന്റ്സ് ടൂറിസം വില്ലേജ്. ശില്പങ്ങളുടെയും
ഇൻസ്റ്റലേഷനുകളുടെയും സഹായത്തോടെ ഈ ചരിത്രം വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. 3 കോടി രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സഞ്ചാരികൾക്കൊപ്പം ചരിത്രാന്വേഷകർക്കും ഈ പദ്ധതി ഏറെ ഗുണകരമാണ്. ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇടുക്കി എല്ലാ നിലയിലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്ത് വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിന്റെ വർധനവിനേക്കാൾ എത്രയോ മുന്നിൽ ഇടുക്കി ജില്ല വർധനമുണ്ടാക്കിയെന്നുള്ളത്. ഇടുക്കിയുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിയേറ്റ കർഷകർ വിയർപ്പൊഴുക്കി പരുവപ്പെടുത്തിയെടുത്തതാണ് ഇന്നത്തെ ഇടുക്കി. അമരാവതി ഉൾപ്പെടെയുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ ഇടുക്കിയുടെ സാമൂഹിക ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്നു. അത്തരത്തിൽ ഇടുക്കിയുടെ കുടിയേറ്റ കർഷകരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണോമെന്റ്സ് ടൂറിസം വില്ലേജ്. നമ്മുടെ നാടിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടിയേറ്റ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ്രനാക്കുന്നേൽ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ CV വർഗീസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ടൂറിസം വകുപ്പ്